എല്ലാവരും വീഡിയോ ഓണാക്കിയേ. എല്ലാവരും വീഡിയോ ഓണാക്കട്ടാ. എല്ലാവരും വീഡിയോ ഓണാക്കട്ടാ. വീഡിയോ ഓണാക്ക്. പവിത്ര വീഡിയോ ഓണാക്കിയാലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശബരി, അമേയ, അനുഗ്രഹ. സാറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ ആരൊക്കെ കയറിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അനീഷ, ഓരോരുത്തരെ പറയണ്ടല്ലോ ഇനിയും. വീഡിയോ ഓണാക്ക്. എന്നാൽ എനിക്ക് സൗണ്ട് ഇല്ല. വേഗം വേഗം ഓണാക്ക്. വീഡിയോ ഓണാക്ക്. വേഗം ഓണാക്ക്. അമർലാല്, സ്മേര, അനുഗ്രഹ, അഫ്ര, ദേവദത്ത്, ആദിത്യനാഥ്, അമ്രിൻ. നിങ്ങളൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നാ? ഈ സൂം മീറ്റ് ഒരു 45 മിനിറ്റ് ആകുമ്പോൾ കട്ടാവും. പിന്നെ വേറത്തെ ലിങ്കിലൊന്നും കൂടെ ജോയിൻ ചെയ്യണം കേട്ടോ നിങ്ങള്. കേട്ടാ? കുറച്ചെടുക്കുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയണ ഭാഗം മാത്രമേ എടുക്കുള്ളൂ. ഞാൻ പറയണൊക്കെ കേൾക്കണില്ലേ നിങ്ങൾക്ക്? നല്ലോണം പറയണത് കേൾക്കണില്ലേ? ക്ലിയർ ആവണില്ലേ? ഉണ്ടോ? പറയണ കേൾക്കണുണ്ടാ? റെസ്പോണ്ട്. അമർലാലിന്റെ കൂടെ ആരോ ഉണ്ടല്ലോ, അതാരത്? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാട്ടാ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പീരിയോഡിക് ടേബിൾ. നോക്കിയേ, പീരിയോഡിക് ടേബിള്. ഓക്കെ, പറഞ്ഞേ. പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന ആളുടെ പേരെന്താ? പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന ആളുടെ പേരെന്തുവാ? കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്റെ പേര്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ പീരിയോഡിക് ടേബിളിന് ഒരു പേര് പറയാം. എന്താ? ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. വീഡിയോ ഓൺ ആക്കാത്തവരൊക്കെ ഞാൻ ലെഫ്റ്റ് ആക്കൂട്ടാ. ലീവ് പറയ്. ഈ പഠിക്കുന്ന പീരിയോഡിക് ടേബിളിന് പറഞ്ഞ പേര് എന്താ പറയാ? മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയണത്. പറഞ്ഞേ നിങ്ങ. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയണേ. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് ആരാ? മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേരെന്താണ്? എന്താണ് അനുഷ്കെ? മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന ആളുടെ പേരെന്താ? പേരെന്താണ്? ആരാണെന്നാ? നാളെ ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ എന്റെ നാളേക്ക് നല്ലത് കിട്ടൂട്ടാ. ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. ആരാ കൊണ്ടുവന്ന ആളുടെ പേര് പറഞ്ഞേ? മോസ്ലി. ആരാ കൊണ്ടുവന്നേ? പറയ് പിള്ളേരെ ഒന്ന്. എനിക്ക് പഠിക്കാൻ വേണ്ടിയാണോ ഞാൻ ക്ലാസ് വെച്ചേക്കണേ? പറഞ്ഞേ. മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന ആള്. മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന ആള് ആരാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആരാണ്? മോസ്ലി എന്നാണ് പേര്. ഓക്കെ, ഈ നമ്മുടെ ഈ പീരിയോഡിക് ടേബിള് നിങ്ങൾക്ക് ഗ്രൂപ്പും പീരീഡും ഒന്നും പലർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് പിന്നെയും വെച്ചേക്കണേ. അപ്പൊ നിങ്ങളിത് ഓൺ ആക്കിയിരുന്നേ. വീഡിയോ ഓൺ ആക്കിയിരുന്നാലേ മനസ്സിലാവുള്ളൂ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്ക് പ്ലീസ്. അഫ്ര, ദേവദത്ത്, വൈഗ, അശ്വിൻ, ഒന്ന് വീഡിയോ ഓൺ ആക്ക്. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? അനുഗ്രഹ. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പുകളുണ്ട്, പീരീഡ് ഉണ്ട്. നോക്കിയേ, ഈ അടിക്ക് വരണതില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കണേ കേട്ടാ. എന്തിനാ ഗ്രൂപ്പ് എന്ന് വിളിക്കുക? നോക്ക, ഇങ്ങനെ കണ്ടാ, ഇത് ഇങ്ങനെ അടിക്ക് വരുന്നതാണ് ഗ്രൂപ്പ്. കണ്ടാ, ഇങ്ങനെ അടിക്ക് വരുന്നതാണ് എന്ത്? അടിക്ക് വരുന്നതാണ് എന്ത്? പറഞ്ഞേ. അടിക്ക് വരുന്ന സാധനമാണ് പറയ് എന്ന് വിളിക്കുക, ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, അടിക്കുള്ളതാണ് ഗ്രൂപ്പ്. മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായ? നമ്മുടെ പീരിയോഡിക് ടേബിളില് ഇങ്ങനെ മേലെ നിന്ന് താഴേക്ക് വരുന്ന വെർട്ടിക്കൽ ആയിട്ട് വരുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, വെർട്ടിക്കൽ കോളത്തിന് എന്താ വിളിക്കുക? പറഞ്ഞേ. വെർട്ടിക്കൽ കോളമാണെന്ത്?
നിങ്ങളൊന്ന് വായ എനിക്ക്. കോളമാണ് എന്ത്? കോളത്തിനാണ് എന്ത് വിളിക്കുക? ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ശബരിക്ക് മനസ്സിലായ? ശബരി നോക്കിയടാ, ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് വരുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ഗ്രൂപ്പ് എന്ന് വിളിക്കണേ. ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് വരുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് വരുന്ന കോളങ്ങളാണ് എന്ത്? ഗ്രൂപ്പ്. വേർട്ടിക്കൽ കോളംസ് ആണ് എന്ത്? ഗ്രൂപ്പ്. വേർട്ടിക്കൽ കോളത്തിനാണ് എന്ത് വിളിക്കുക? പറഞ്ഞേ, ഗ്രൂപ്പ്. ഇനി മറക്കരുതിട്ടാ, താഴേക്കുള്ളതാണ് എന്ത്? ഗ്രൂപ്പ്. വേർട്ടിക്കൽ കോളംസ് ആണ് എന്ത്? ഗ്രൂപ്പ്. കിട്ടിയെങ്കിൽ നോക്കി കാണിച്ചേ. കിട്ടിയാ? വേർട്ടിക്കൽ ആയിട്ട് വരുന്ന സാധനങ്ങളെയാണ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി കിട്ടില്ല എന്ന് പറയരുത് കേട്ടാ. വെർട്ടിക്കൽ കോളംസ് ആണ് ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളൊന്ന് എണ്ണീട്ട് പറഞ്ഞേ, എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞേ. നോക്ക്, ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്. കണ്ടാ, ഹൈഡ്രജൻ മുതൽ ഫ്രാൻഷ്യം വരെ ഗ്രൂപ്പ് 1. കിട്ടിയോ? നോക്കാ, ഇത് ഗ്രൂപ്പ് നമ്പർ 2. കണ്ടാ, ഗ്രൂപ്പ് നമ്പർ 2. ഇത് ഗ്രൂപ്പ് നമ്പർ 3. കണ്ടാ, ഇത് ഗ്രൂപ്പ് നമ്പർ 4. കണ്ടാ, ഇത് ഗ്രൂപ്പ് നമ്പർ 5. ഇത് ഗ്രൂപ്പ് നമ്പർ 6. ഇത് ഗ്രൂപ്പ് നമ്പർ 7. ഇത് ഗ്രൂപ്പ് നമ്പർ 8. ഇത് ഗ്രൂപ്പ് നമ്പർ 9. ഇത് ഗ്രൂപ്പ് നമ്പർ 10. ഇത് 11. ഇത് 12. കണ്ടാ, ഇത് 13. ഇത് 14. ഇത് 15. ഇത് 16. ഇത് 17. ഇത് 18. കണ്ടാ, മൊത്തം എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? അപ്പോ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? പറയ്, എത്ര ഗ്രൂപ്പ് ഉണ്ട്? പറയ് പിള്ളേർ, എത്ര ഗ്രൂപ്പ് ഉണ്ട്? എത്രയാ? 18 ഗ്രൂപ്പുകളാണുള്ളത് കേട്ടാ. 18 ഗ്രൂപ്പുകളാണുള്ളത് നമ്മുടെ പീരിയോഡിക് ടേബിളില്. 18 ഗ്രൂപ്പുകൾ ഉണ്ട്. കിട്ടിയോ? അപ്പൊ വേർട്ടിക്കൽ കോളംസ് ആണ് ഗ്രൂപ്പ്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി കൊണ്ടുവന്ന നമുക്ക് ഈ പഠിക്കാനുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? 18 ഗ്രൂപ്പുകൾ ഉണ്ട്. പറഞ്ഞ എത്ര എണ്ണം ഉണ്ട്? അക്ഷവലൊക്കെ ഉണ്ട്. വീഡിയോ ഓണാക്കാത്ത എന്താടാ? 18 ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടാ. 18 ഗ്രൂപ്പ്. കിട്ടിയാ? ഇത് ഓക്കെ ആയോ? ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെയാ? സെറ്റാണാ? ഓക്കെ ആണെങ്കിൽ ഓക്കെ കാണിച്ച തമ്പ് കാണിക്കുക. അതിൽ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമല്ലോ അതിൽ. ഓക്കെ ആണല്ല? ഓക്കെ. അടുത്തത് പീരീഡ്. നോക്കിയേ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണിക്കുന്നതാണ് പീരീഡ്. നോക്കാണ്ടാ, ഹൊറിസോണ്ടൽ. നോക്കാ, ഹൈഡ്രജൻ മുതൽ ഹീലിയം വരെ ഫസ്റ്റ് പീരീഡ്. നോക്കിയേ, ആര് മുതൽ ആര് വരെ? ഹൈഡ്രജൻ മുതൽ ഹീലിയം വരെയാണ് ഫസ്റ്റ് പീരീഡ്. നോക്ക പവിത്ര ഇങ്ങോട്ട് നോക്കിയിരുന്നേ. അടുത്തത് നോക്കിയടാ, ലിഥിയം മുതൽ നിയോൺ വരെ അടുത്ത പീരീഡ്. കണ്ടാ, എവിടെ മുതൽ എവിടെ വരെ ഒന്നും കണ്ടാ? ലിഥിയം മുതൽ നോക്കിയിരിക്കും. ലിഥിയം മുതൽ നിയോൺ വരെ അടുത്ത പീരീഡ്. അപ്പൊ 2 പീരീഡ് ആയിട്ടാ. ഇനി നോക്കി അടുത്തത് സോഡിയം മുതൽ ആർഗൺ വരെ. കണ്ടാ, ആർഗൺ വരെയും അടുത്ത പീരീഡ്. ഇപ്പൊ എത്ര എണ്ണായി? നിങ്ങളൊന്നും ആൻസർ പറ. ഇപ്പൊ എത്ര പീരീഡുകളായി? എത്ര എണ്ണായി? 3 എണ്ണം. അടുത്ത നോക്കിയേ, പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെ 4ാമത്തെ പീരീഡ്. കണ്ടാ, പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെ 4. ഇനി നോക്കിയേ, ഇനി കണ്ടാ, റുബീഡിയം മുതൽ സിനോൺ വരെ. കണ്ടാ, ഇത് 5ാമത്തെ പീരീഡ്. കാണുന്നുണ്ടോ നിങ്ങള്? അടുത്ത നോക്കിയേ, സീഷ്യം മുതൽ റാഡോൺ വരെ 6ാമത്തെ പീരീഡ്. ഇനി ഫ്രാൻഷ്യം മുതൽ ഓർഗനേഷ്യം വരെ 7ാമത്തെ പീരീഡ്. ഇപ്പൊ നോക്കിയേ, ഈ അടിയിലുള്ള 2 സാധനങ്ങളില്ലേ, ഏറ്റവും അടിയിൽ വരുന്ന 2 ആൾക്കാര് കണ്ടാ? ഏറ്റവും അടിയിൽ വരുന്ന 2 ആൾക്കാരെ കണ്ടാ നിങ്ങള്? ഇവരൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ ശരിക്കും ഈ ലന്താന മുതൽ കണ്ടാ, ഇത് ശരിക്കും 6ാമത്തെ പീരീഡിൽ വരേണ്ടവരാണ്. എവിടെ വരേണ്ടവരാണ്? 6ാമത്തെ പീരീഡിൽ വരേണ്ടവരാണ്.
നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ താഴെ ഇറക്കി വെച്ചേക്കാണ് കേട്ടാ. അതേപോലെ ഇവര് ശരിക്കും 7ാമത്തെ പീരീഡിൽ വരേണ്ടതാണ്. അവരെ നമ്മൾ താഴെ ഇറക്കി വെച്ചേക്കാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളുണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട്. കിട്ടിയോ? എത്ര പീരീഡ് ഉണ്ട് പറഞ്ഞേ? ഇനി മറക്കരുത് ട്ടാ. എത്ര പീരീഡ് ഉണ്ട്? പറയടാ. 7. പറയ്. അക്ഷരൊന്ന് പറഞ്ഞേ, എത്ര പീരീഡ് ഉണ്ടടാ? 7 പീരീഡ് ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട് കേട്ടാ. കോളത്തിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, റോനെ നമ്മൾ പീരീഡ് എന്നാണ് പറയാ. ഓക്കെ ആണല്ലോ? ആദിത്യനാഥിന് കിട്ടി. ആദിത്യനാഥേ മോനെ, ആദിത്യനാഥ് കിട്ടി. എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞടാ? 18 ഗ്രൂപ്പ്. എത്ര പീരീഡ് ഉണ്ട്? എത്ര പീരീഡ് ഉണ്ട്? എത്ര പീരീഡ് ഉണ്ട്? 7. പറഞ്ഞേ. 7 പീരീഡ്. പീരീഡ് ഏതാണെന്ന്, ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലായാ? താഴേക്കുള്ളത് ഗ്രൂപ്പ്, ഇങ്ങോട്ടുള്ളത് പീരീഡ്. മനസ്സിലായാ? ആദിത്യനാഥ് വീഡിയോ ഓൺ ആക്കിയിരിക്കടാ. താഴേക്കുള്ളത് ഗ്രൂപ്പ്, ഇങ്ങോട്ടുള്ളത് പീരീഡ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ ഒന്ന് കാണിച്ചേ. ഓക്കെ ആണ് എന്ന് കാണിച്ചേ. കാണിക്ക്. മനസ്സിലായെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന ആളുടെ പേര് പറഞ്ഞേ. ആരാ? പറയും. മോസ്ലി. പറഞ്ഞേ. ആരാ ഉണന്നേ? മോസ്ലി ആണ് ഉണന്നത്. നോക്കാം അടുത്ത പേജ് നോക്കട്ടാ. നോക്കിയേ, നമ്മുടെ 1ാമത്തെ ഗ്രൂപ്പിലുള്ള കുറച്ച് എലമെന്റ്സിന്റെ പേരുകള്, അവരുടെ ആറ്റോമിക് നമ്പറും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആണ് ഇവിടെ കാണിക്കണേ. നോക്കാം. ആദ്യത്തെ എലമെന്റ് ലിഥിയം. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരാ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരാ? നോക്കിയേ, 3 ഇലക്ട്രോൺസ് ഉണ്ട്. എന്താണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ, ഈ 3 ഇലക്ട്രോണുകളെ ഓരോ ഷെല്ലുകളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഷെല്ലുണ്ട്? K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്. 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, അത് എവിടെ നിന്നാ ഇലക്ട്രോൺ ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുക? എവിടെ നിന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണ്ടേ? Kയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ. 3 പേരും കൂടെ Kയിലോട്ട് കയറാൻ പോവാണ്. Kയിൽ 3 പേരെ കയറ്റുവോ? പറയ്. കയറ്റുവോ? ഇല്ല. Kയിൽ ആകെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ? Kയിൽ ആകെ 2 സീറ്റ് ഉള്ളൂ കേട്ടാ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, Kയിൽ ആകെ 2 സീറ്റ് ഉള്ളൂ. Lൽ ആകെ 8 സീറ്റ് ഉള്ളൂ. Mൽ ആകെ 18 സീറ്റ് ഉള്ളൂ. അത്രയും ഓർത്ത് വയ്ക്കുക കേട്ടാ. അപ്പോ 3 പേരും കൂടെ Kയിൽ കയറാൻ പോയാൽ എത്ര പേരെ Kയിൽ കയറ്റും അവര്? 2 പേരെ കയറ്റുള്ളൂ, കാരണം 2 സീറ്റ് ഉള്ളൂ അല്ലേ? ഓക്കെ, ബാക്കി എത്ര പേരുണ്ട്? അപ്പൊ ഒരാളല്ലേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞാല് സമ്മതിക്കോ? ഇല്ല. ഒരാൾ എങ്ങോട്ട് പോകും? അടുത്ത ഷെല്ലിലോട്ട് പോകും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരാ? 2,1 എന്നാണ് വരാ. ഇനി അടുത്ത നോക്കാം, സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 11. അതായത് സോഡിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 11 ഇലക്ട്രോണുകൾ ഉണ്ട് കേട്ടോ. ആറ്റോമിക നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും, ഓർത്ത് വെക്കുക. സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. അതിനർത്ഥം എന്താണ്? സോഡിയത്തില് 11 ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ 11 ഇലക്ട്രോണും കൂടി ഇങ്ങനെ കയറാൻ പോവാണ് കേട്ടാ. Kയില് 11 പേരും കൂടെ ചെന്നു. 11 പേരെ Kയിൽ കയറ്റുവോ? എപ്പോഴും Kന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ. Kയിൽ എത്ര പേരെ കയറ്റുള്ളൂ? 2 പേര് Kയിൽ കയറി. ബാക്കി 9 പേരുണ്ട്. 9 പേരും കൂടെ Lലോട്ട് പോകും. Lലോട്ട് എല്ലാവരെയും കയറ്റുവോ? L എത്ര സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ? 8 സീറ്റ് ഉള്ളൂ. അപ്പൊ Lൽ 8 പേര് കയറി. 8 2 എത്രയായി? 8 2 10. ഇനി എത്ര പേരും കൂടി ഉണ്ട്? മൊത്തം 11 പേരുണ്ടായിരുന്നേ. 10 പേര് കയറിയാലാ. ഇനി എത്ര പേരുണ്ട്? ഒരാള്. അത് Mലോട്ട് പോയി. അപ്പൊ കോൺഫിഗറേഷൻ എങ്ങനെയാ വരാ? 2,8,1. അടുത്തത് പൊട്ടാസ്യത്തിന്റെ സിമ്പല് K ആണ്.
പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക നമ്പർ 19 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ തന്നിട്ടുണ്ട്. ഇനി റുബീഡിയത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണെന്ന് പറഞ്ഞേ, നോക്കിയിട്ട് പറയാ. റുബീഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 37. ഇനി സീഷ്യത്തിന്റെ ആറ്റോമിക നമ്പറോ 55. സീഷ്യം എന്ന് വെച്ചാൽ CS. ഫ്രാൻഷ്യത്തിന്റെ ആറ്റോമിക നമ്പർ 87. നോക്കാം. അതായത് ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ആരൊക്കെ വരും? ഹൈഡ്രജൻ കൊടുത്തിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാവരെയും. ആരൊക്കെ ഉണ്ട്? ലിഥിയം. കണ്ട, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് ലിഥിയം. ഇവിടെയും കണ്ട ലിഥിയം ഉണ്ട് ഇല്ലേ? ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അടുത്ത ആളാണ് സോഡിയം. ഇവിടെ നോക്കി, അടുത്ത ആളാരാ? സോഡിയം. കണ്ട, ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള അടുത്ത ആളാണ് പൊട്ടാസ്യം. ഇവിടെ നോക്കി, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള അടുത്ത ആള് പൊട്ടാസ്യം. അടുത്തത് റുബീഡിയം. കണ്ട, RB റുബീഡിയം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് എലമെന്റ്സിന്റെ പേരും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ചില എലമെന്റ്സിന്റെ പേരുകള് അവരുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കോൺഫിഗറേഷൻ എഴുതുന്നേക്കാൾ ഉപരി ഇതിന്റെ പ്രത്യേകതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞേ, ഈ കോൺഫിഗറേഷനിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ട? നോക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാരെങ്കിലും. ആരാ പറയണെന്ന് നോക്കട്ടെ. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, പറ്റണ്ട? എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത ഉള്ളേ? പറയ്. ഓ, എന്തോ ഓർക്കനെ പറയടാ. സാറേ ചാറ്റൊന്ന് നോക്കി. സാറേ ചാറ്റൊന്ന് എന്നോട് പറഞ്ഞേ. അതായത് ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വേണം നോക്കാം. നോക്ക, ലിഥിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. കണ്ടോ? സോഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളേ. കണ്ട, അടുത്ത ആളുടെയും പൊട്ടാസ്യത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളേ. അടുത്ത ആരാ? റുബീഡിയത്തിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1. അടുത്ത ആളുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1. അടുത്ത ആളുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1. അതായത് പൊതുവെ ജനറലി നമുക്ക് എന്തു പറയാം? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഏറ്റവും ലാസ്റ്റത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? എന്താ പറഞ്ഞേ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ലാസ്റ്റത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഈ ലാസ്റ്റത്തെ ഷെല്ലിന് നമ്മളൊരു പേര് പറയും. എന്താണത്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? പറഞ്ഞേ. ഔട്ടർ പറയും പിള്ളേരെ. ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ലാസ്റ്റ് ഷെല്ലിനെ വിളിക്കുന്ന പേരാണെന്ത്? ഔട്ടർ മോസ്റ്റ് ഷെല്ല്. എന്താ ടീച്ചർ പറഞ്ഞേ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇത് പറഞ്ഞേ. ഒന്നാമത്തെ ഗ്രൂപ്പിൽ മാത്രമല്ല, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18 ഗ്രൂപ്പിലും അങ്ങനെ തന്നെ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? മനസ്സിലായാ? 10 മിനിറ്റ് കഴിയുമ്പോൾ മീറ്റിംഗ് ഒന്ന് നിൽക്കും. അപ്പൊ ഒന്നും കൂടെ കയറിക്കൊള്ളണം കേട്ടാ. കേട്ടാ? ഒന്ന് വീഡിയോ ഓൺ ആക്ക് പിള്ളേരെ. ഒന്ന് കാണട്ടെ നിങ്ങൾ. ഇനി വീഡിയോ ഓൺ ആക്കിയിട്ട് ക്ലാസ് എടുക്കുള്ളൂ. വീഡിയോ ഓൺ ആക്കി. വീഡിയോ ഓൺ ആക്കോ. എടാ ഒന്ന് ഫോട്ടോ എടുത്തിട്ടേ എൻ്റെ ഫോണിലേക്ക് ആക്കി ഫാസിൽ സാറിന് അയച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കണം? എനിക്ക് വേണ്ടിയിട്ടാണോ? ഇതിരിക്കണോണ്ട് എന്തെങ്കിലും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവണം. നിങ്ങൾക്കൊന്ന് ഓണാക്കിക്കൂടെ?
ഒരു കാര്യം പറഞ്ഞാൽ റിപ്ലൈ തരുന്നില്ല എന്ന് വെച്ചാൽ കളയും. മെസ്സേജ് കാണില്ല. അടുത്ത ക്ലാസ്സിൽ എല്ലാവരോടും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടാ. ആൻസർ പറഞ്ഞവർ മാത്രം എൻ്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. പ്രത്യേകിച്ച് ഈ വീഡിയോ ഓഫാക്കി വെച്ചിരിക്കുന്നവരോട് കേട്ടാ. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിലായാ? ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിന് എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇത് ചെയ്തേ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറഞ്ഞ പേരെന്താണ്? ലാസ്റ്റത്തെ ഷെല്ലിനെ പറഞ്ഞ പേരെന്താണ്? ലാസ്റ്റ് ഷെല്ലിനെ എന്ത് പേര് വിളിക്കും? പറഞ്ഞേ, പറയേ. ലാസ്റ്റ് ഷെല്ലിനെ വിളിക്കുന്ന പേര് മ്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് പറ, വാതുറക്കി. എന്താ? ഔട്ടർ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് വിളിക്കും. ആദിത്യനാഥേ, ഔട്ടർ ലാസ്റ്റ് ഷെല്ലിനെ വിളിക്കുന്ന പേര് പറഞ്ഞടാ. ഔട്ടർ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ക്ലിയർ ആണോ? ഒന്നും കൂടെ പറഞ്ഞേ. അവസാനത്തെ ഷെല്ലിനെ വിളിക്കുന്ന പേര് പറയ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇനി ഒരേ ഗ്രൂപ്പിൽ വരുന്ന, ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമല്ല, നമ്മുടെ 18 ഗ്രൂപ്പിന്റെ കേസ് എടുത്താലും ഇങ്ങനെ തന്നെയാണ്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ ആണല്ല? കിട്ടിയെങ്കിൽ നോക്കി കാണിച്ചേ. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ ആണല്ല? ഓക്കെ ആണോ? സെറ്റായ? ആദിത്യനാഥിന് മനസ്സിലായ? നിങ്ങളൊക്കെയാണ് എന്നോട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ? എടാ ഒന്ന് റിപ്ലൈ തരടാ. ആർക്കെങ്കിലും മനസ്സിലാവണ്ടേ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം പറഞ്ഞേ. എണ്ണം സെയിം ആയിരിക്കും. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഓരോ ഗ്രൂപ്പിനും പേരുകളുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനെ പറഞ്ഞ പേരാണെന്ത്? ആൽക്കലി മെറ്റൽസ്. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറഞ്ഞ പേരാണെന്ത്? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കും. ഇനി നോക്കിയേ, ഈ 3 മുതൽ നോക്കിയടാ, ഈ നടുക്കുള്ള 3 മുതൽ 12 വരെ വരുന്ന ആൾക്കാർ, പീരിയോഡിക് ടേബിളില് നടുക്ക് വരുന്ന ആൾക്കാർ കേട്ടാ, സെന്ററിൽ വരുന്ന ആൾക്കാർ, ഗ്രൂപ്പ് 3 മുതൽ 12 വരെ വരുന്ന ആൾക്കാർക്ക് കുറേ പ്രത്യേകതകളുണ്ട്. എവിടെ തൊട്ട് എവിടെ വരെ? നമ്മുടെ പീരിയോഡിക് ടേബിളില് ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെ എന്ന് പറഞ്ഞേ. പിന്നെ വീഡിയോ ഓഫ് ആക്കി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടല്ല. വീഡിയോ ഓണാക്കി എല്ലാവരും. പവിത്ര, എല്ലാരും ഒന്ന് പാരന്റ്സിനെ വിളിച്ചേ. പാരന്റ്സിനെ വിളിക്ക്. വീഡിയോ ഓണാക്ക്. സ്നേര, ആദ്യമേ പെർമിഷൻ എന്നോട് ചോദിക്കാത്ത ഒരാളും വീഡിയോ ഓഫ് ആക്കിയുള്ളവർ ഇവിടെ ഇരുത്തണ്ടാട്ടാ. റിമൂവ് ചെയ്യിച്ചു. അഫ്ര, അനുഗ്രഹ, ദേവദത്ത്, അഫ്രീൻ. പറഞ്ഞേ. 3 മുതൽ ഗ്രൂപ്പ് ഏത് മുതൽ ഏത് വരെ? 3 മുതൽ 12 വരെ വരുന്ന ഗ്രൂപ്പുകൾ. അവർക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടാ. അത് നമ്മൾ പഠിക്കും. നമ്മൾ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം ഇത്ര ഓർത്താൽ മതി. ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെ പറഞ്ഞേ? 3 മുതൽ 12 വരെ വരുന്ന ഗ്രൂപ്പുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അവർ ഒറ്റക്കെട്ടാണ്. അവർ ഒരേപോലെയാണ് ഇരിക്കുക എപ്പോഴും കേട്ടാ. അവരെ നമ്മളൊരു പേര് വിളിക്കും. അവരെയാണ് എന്തെന്ന് വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ട്രാൻസിഷൻ എലമെന്റ്സ്. അവർ ഒരുമിച്ചാണ്. അവർ ഒറ്റക്കെട്ടാണ്. അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി നോക്കാം. ഇനി 13ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ബോറോൺ ഫാമിലി എന്ന് വിളിക്കുന്നു. നോക്കിയേ, 13ാമത്തെ ഗ്രൂപ്പിലുള്ള ആദ്യത്തെ മെമ്പറാണ് ബോറോൺ. അപ്പൊ ആ ഫാമിലിയുടെ പേരും നമ്മൾ ബോറോൺ ഫാമിലി എന്ന് വിളിച്ചു. അമ്രിൻ ഇവിടെ ശ്രദ്ധിച്ചിരിക്കട്ടാ. ഇനി 14ാമത്തെ ഗ്രൂപ്പിൽ ആദ്യത്തെ ആളാണ് കാർബൺ. അപ്പൊ ആ ഫാമിലി നമ്മൾ എന്ത് വിളിക്കും? കാർബൺ ഫാമിലി എന്ന് വിളിക്കും. ഓക്കെ,
13ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ബോറോൺ ഫാമിലി എന്ന് വിളിച്ചു. 14ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ കാർബൺ ഫാമിലി എന്ന് വിളിച്ചു. 15ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ നൈട്രജൻ ഫാമിലി എന്ന് വിളിച്ചു. 16ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഓക്സിജൻ ഫാമിലി എന്ന് വിളിച്ചു. 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഒരു പ്രത്യേക പേരാണ് വിളിക്കുക, അവരെ നമ്മൾ ഹാലോജൻസ് എന്ന് വിളിക്കും. 17ാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? ഹാലോജൻസ്. ഓക്കെ. 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും. അതായത് മക്കളെ, നമുക്ക് സ്കൂളിൽ നമുക്ക് കുറെ ഗ്യാങ്ങും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവൂലേ? നിങ്ങൾക്കും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ചേർത്തിട്ടൊരു ഗ്യാങ്? ആ ഗ്യാങ്ങിന് നമ്മൾ പേരിടൂലേ? നിങ്ങൾ വല്ല ഗ്യാങ്ങിന് വല്ല പേരിട്ടിട്ടുണ്ടാ? നിങ്ങൾക്ക് ഗ്യാങ്ങിന് പേരൊന്നുമില്ല? ഇല്ല. അനന്യയുടെ ഗ്യാങ്ങിന്റെ പേരെന്താണ് അനന്യ? പേരൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്ന ഒരു ഗ്യാങ് ആണ് കേട്ടോ, ഡി ജെംസ്. അവിടെ അവരെ ഫസ്റ്റ് ലെറ്റർ ഇല്ലേ, പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട്. അതേപോലെ നമ്മൾ ഓരോ ഗ്രൂപ്പിനും, നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകളുണ്ട്. ക്ലിയർ ആണല്ല? 1ാമത്തെ ഗ്രൂപ്പിനെ പറഞ്ഞ പേരൊന്ന് പറഞ്ഞെല്ലാവരും. 1ാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? പറയേ. ആൽക്കലി മെറ്റൽസ്. 2ാമത്തെ ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി 3 മുതൽ 12 വരെയുള്ള ആൾക്കാരെ ഒറ്റക്കെട്ടാണ് കേട്ടോ. അവർ ഒരേപോലെയാണ് എപ്പോഴും, എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ്. അതുകൊണ്ട് അവർ ഒരുമിച്ചാണ് എപ്പോഴും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ പേര് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. എന്താണ് അവരുടെ പേര്? ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താ വിളിക്കുക? ട്രാൻസിഷൻ. ആർക്കാണത്? പവിത്രയുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടാ. എന്താ വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക കേട്ടാ. നോക്ക, അടുത്തത് 13ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞേ ബോറോൺ ഫാമിലി. എന്താ പേര്? ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? കാർബൺ ഫാമിലി. ഓക്കെ. അടുത്തത് 15ാമത്തെ ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? നൈട്രജൻ ഫാമിലി. ഇനി അടുത്ത ആൾക്കാർ എന്താ വിളിക്കുക? ഓക്സിജൻ ഫാമിലി എന്ന് വിളിക്കും. 17ാമത്തെ ഗ്രൂപ്പിന് ഒരു പ്രത്യേക പേരാണുള്ളത്. പ്രത്യേക പേര് എന്താണത്? ഹാലോജൻസ്. ഒന്ന് പറഞ്ഞാലേ കിട്ടുള്ളൂ. എന്താ വിളിക്കുക? ഹാലോജൻസ്. 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് വിളിക്കും, ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കും. ഗ്രൂപ്പുകളുടെ കാര്യം മനസ്സിലായ? ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ഈ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടാ. മനസ്സിലായോ? ഓക്കെ ആണല്ല? സെറ്റ് ആണെങ്കിൽ സെറ്റ് ആണെന്ന് കാണിച്ചേ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് പറയട്ടെ. ഇനി നോക്കാട്ടെ എല്ലാവരും. നോക്കിയാടാ, നമ്മുടെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2. ഏതൊക്കെ? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ 13 മുതൽ 18 വരെയുള്ള ആൾക്കാരാ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് വിളിക്കണേ. എന്താണ് വിളിക്കുക? ഏതൊക്കെ ഗ്രൂപ്പുകളാണ് പറഞ്ഞ് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞു 3 മുതൽ 12 വരെയുള്ള ആൾക്കാർ എപ്പോഴും ഒരുമിച്ച് നിൽക്കുള്ളൂ അല്ലേ? അവർക്ക് കോമൺ ആയിട്ട് ആകെ ഒരു പേരേ ഉള്ളൂ. മറ്റേ ഗ്രൂപ്പുകളെ പോലെ പ്രത്യേക പേരുകൾ ഉണ്ടാ? 3 മുതൽ 12 വരെയുള്ള ആൾക്കാർക്ക് വേറെ വല്ല പ്രത്യേക പേരുകൾ ഉണ്ടോ? ഉണ്ടാ. അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് നമ്മൾ എന്താ വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നല്ലേ വിളിക്കുക. അപ്പൊ അവരവിടെ നിർത്താം. ബാക്കിയുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ ഏത് ഗ്രൂപ്പുകള്? ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. എന്താ വിളിക്കുക അവരാ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞേ? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ 13 മുതൽ 18 വരെയുള്ള ആൾ. ഓക്കെ. എടാ ഒന്നും കൂടെ ലിങ്ക് ഇട്. വീഡിയോ ഓണാക്ക്. ഓക്കെ. ടീച്ചർ അവിടെ വെച്ച് പറഞ്ഞു നിർത്തേ. 1ാമത്തെ ഗ്രൂപ്പ് 2. പവിത്ര, നിങ്ങളെന്നെ ജോയിൻ ചെയ്യണ്ട. ഓണാക്കുകയാണെങ്കിൽ ഓണായിരിക്കുക.
ഐഷ, അനുഗ്രഹ, സ്മേര, തന്മയ്. ഓക്കെ, അപ്പൊ നോക്കി, ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, പിന്നെ 13 മുതൽ 18 വരെയുള്ളവർ നമ്മൾ എന്താ വിളിക്കുക? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? നോക്കിയേ, ഒരു കാരണം, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയണത്, നിങ്ങൾ ആലോചിച്ചേ, ഒരു സ്കൂള് അല്ല നമ്മുടെ ക്ലാസ് കേട്ടാ, നമ്മുടെ ക്ലാസ്സിൽ നല്ലോണം പാട്ട് പാടാനുള്ള കുട്ടികളുണ്ട്, നല്ലോണം ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ട്, നല്ലോണം പഠിക്കുന്ന കുട്ടികളുണ്ട്, നല്ലോണം വരയ്ക്കണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? കണ്ട, സ്കൂളിലെല്ലാം മെയിൻ ആയിട്ടുള്ള പിള്ളേർ എവിടെയാണുള്ളത്? ആ ക്ലാസ്സിലാണുള്ളതെന്ന് പറയും, ഇല്ലേ? ഡാൻസ് കളിക്കും, പാട്ട് പാടാനുള്ളവരുണ്ട്, പിന്നെന്താ, പടം വരയ്ക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. എല്ലാ കഴിവുള്ള ആൾക്കാരും ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാ? സ്കൂളിലുള്ള എല്ലാ മെയിനായിട്ടുള്ള പിള്ളേരുള്ളത് ആ ക്ലാസ്സിലാണ്, 9A പറയും, അല്ലേ? അതേപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഈ ഒന്നാമത്തെ ഗ്രൂപ്പും 1, 2 ഗ്രൂപ്പ് 1, 2 പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ മെറ്റലുകളുണ്ട്. ഏതൊക്കെയാ മെറ്റല്? നമുക്കറിയാലോ, ഏതൊക്കെയാ മെറ്റൽസ് വരുന്നത്? ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, അവരൊക്കെ മെഗ്നീഷ്യം, അവരൊക്കെ മെറ്റൽസ് ആണ്. അപ്പോൾ ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ മെറ്റൽ വരുന്നുണ്ട്. ആരാ വരുന്നുണ്ടെന്ന് പറഞ്ഞേ? മെറ്റൽ വരുന്നുണ്ട്. ഓക്കെ, മെറ്റൽ ഉണ്ട് കേട്ടോ, മെറ്റൽ ഉണ്ട്. പിന്നെ നോൺ മെറ്റൽസ് ഉണ്ട്, ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ, ഓക്സിജൻ. കണ്ട, ഹൈഡ്രജൻ വരുന്നുണ്ട്, ഓക്സിജൻ, കാർബൺ ഒക്കെ എന്താണ്? നൈട്രജൻ ഒക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അപ്പൊ നോൺ മെറ്റൽസ് വരുന്നുണ്ട്, മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. പിന്നെ മെറ്റലോയിഡ്സ്, കണ്ട, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ഇവരൊക്കെ എന്താണ്? മെറ്റലോയിഡ്സ് ഉണ്ട്, മെറ്റലോയിഡ്സ് ആണ്. എന്താ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി തന്നിട്ടുള്ള കാര്യമാണ്. എന്താണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ? എന്താ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ? അവര് ചിലപ്പോഴൊക്കെ നമുക്ക് അവർ മെറ്റലാണെന്ന് തോന്നും, ചിലപ്പോഴൊക്കെ എന്താണെന്ന് തോന്നും? മെറ്റലാണെന്ന് തോന്നും. അവർ മെറ്റലിനെ പോലെ കാണിക്കും, സ്വഭാവം കാണിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ നോൺ മെറ്റലിനെ പോലെ സ്വഭാവം കാണിക്കും. അങ്ങനെയുള്ളവരാണ് എന്തെന്ന് വിളിക്കുക? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുക. എങ്ങനെയുള്ളവരാണ് മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുക? ചിലപ്പോഴൊക്കെ അവർ മെറ്റലായിട്ട് ആക്ട് ചെയ്യും, ചിലപ്പോഴൊക്കെ അവർ നോൺ മെറ്റലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയുള്ളവരാണ് എന്തെന്ന് വിളിക്കുന്നത്? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ആരൊക്കെ? സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി ഒക്കെ കേട്ടാ. എക്സാമ്പിൾ അടക്കം പഠിച്ചു വെച്ചോളോ. ഞാൻ പറഞ്ഞു, പുതിയ ടെസ്റ്റാണ്, എവിടെ നിന്നോ ക്വസ്റ്റ്യൻ വരും നമുക്കറിയില്ല. അപ്പം ഇന്ന് തന്നെ ടെസ്റ്റ് വായിച്ചു നോക്കുക, പാരൻസിൻ്റെ സൈൻ ഇട്ടിട്ട് വേണം നാളെ വരാനായിട്ട് കേട്ടാ. ഇന്ന് എടുത്ത് തീർത്ത ഭാഗം വരെ ഇന്ന് തന്നെ ഇരുന്ന് വായിക്കാം. ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലേ എന്നാലേ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടാ. ക്ലിയർ ആണോ പറയണേ? മനസ്സിലായാ? ഓക്കെ, അപ്പോൾ അവിടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ ആരൊക്കെ വരുന്നുണ്ട്? മെറ്റൽ വരുന്നുണ്ട്, നോൺ മെറ്റൽസ് വരുന്നുണ്ട്, മെറ്റലോയിഡ്സ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഡാൻസ് കളിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാം മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആ ക്ലാസ്സിലാണെന്ന് പറയും. അതേപോലെ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഏത് ഗ്രൂപ്പുകളൊക്കെയാണ് പറഞ്ഞേ? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ 13 മുതൽ 18 വരെയുള്ള ആൾക്കാർ നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിക്കും. പിന്നെ സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട്, ഇവിടെ സോളിഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പറയണ പോലെ സോഡിയം, മെഗ്നീഷ്യം ഒക്കെ സോളിഡ് സ്റ്റേറ്റിലാണ്. അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട്, ഈ ബോറോൺ, അവരൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ. അതിന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട്, ഗ്യാസ്, ആരൊക്കെയാ? നൈട്രജൻ, ഓക്സിജൻ ഗ്യാഷ്യസ് സ്റ്റേറ്റാണ്. അതായത് എല്ലാ ടൈപ്പ് ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്തെന്ന് വിളിക്കുന്നത്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. കിട്ടിയാ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സ്ക്രീൻഷോട്ടും ഫസിൽ സാറിന് അയച്ചോളൂ സാറേ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്താണെന്ന് മനസ്സിലായോ? The elements in group 1, 2, then 13 to 18 are known as main group elements. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവര്, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവര്, പിന്നെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവർ നമ്മൾ എന്ന് വിളിക്കും? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇനി നമ്മൾ ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പഠിക്കാൻ പോണേ. നോക്കിയേ,
മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ആദ്യത്തെ പീരീഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ആദ്യത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഫസ്റ്റ് പീരീഡ് അല്ല രണ്ടാമത്തെ പീരീഡ് ആണ് നോക്കണേ കേട്ടോ. നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ രണ്ടാമത്തെ പീരീഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കണ്ടാ, നിയോൺ വരെ, ലിഥിയം തൊട്ടിട്ട് നിയോൺ വരെയുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ രണ്ടാമത്തെ പീരീഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഓക്കെ, രണ്ടാമത്തെ പീരീഡിലുള്ള കുറച്ച് എലമെന്റ്സിന്റെ പേരുകൾ അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിലുള്ള കാര്യം തന്നെയാണ് കേട്ടോ. നോക്കാം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ടീച്ചർ ഒന്നുകൂടി എടുത്ത് എഴുതാം. ലിഥിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേ 2,1 ആണ്. ഇതിന് എന്താണ്? 2,1. തൊട്ടടുത്ത ആള് ബെറിലിയം, അതിന്റെ കോൺഫിഗറേഷൻ ആണ് എന്ത്? 2,2. അടുത്ത ആളാണ് ബോറോൺ, അതിന്റെ കോൺഫിഗറേഷൻ ആണ് 2,3. അടുത്ത ആള് കാർബൺ, അതിന്റെ കോൺഫിഗറേഷൻ ആണ് 2,4. അടുത്ത ആള് നൈട്രജൻ, അതിന്റെ കോൺഫിഗറേഷൻ ആണ് 2,5. അടുത്ത ആള് ഓക്സിജൻ, അതിന്റെ കോൺഫിഗറേഷൻ ആണ് 2,6. അടുത്ത ആളുടെ കോൺഫിഗറേഷൻ ആണ് 2,7. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളുടെ കോൺഫിഗറേഷൻ ആണ് 2,8. ഓക്കെ, ഇവരുടെ പ്രത്യേകതകൾ എന്താ? ഈ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാ? ആദ്യം 2,1 ആയിരുന്നു, അടുത്തായപ്പോ 2,2 ആയി, പിന്നെ 2,3 ആയി, പിന്നെ 2,4 ആയി, പിന്നെ 2,5 ആയി. എന്തിലാണ് വ്യത്യാസം വന്നതെന്നൊന്ന് പറഞ്ഞേ. എന്തിലാണ് വ്യത്യാസം വന്നേ? എന്തിലാ വ്യത്യാസം വന്നേ? ആദ്യത്തെ നമ്പറിലുള്ള വ്യത്യാസം ഉണ്ടാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. എവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി വരാണ്. കണ്ട അല്ലേ? അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 വീതം കൂടി വരാണ്. അതാണ് പറയണ. നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? ഒരെണ്ണം വീതം കൂടി വരാണ്. എത്ര വരെയും? 8 വരെയും കൂടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറയണേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം ഇങ്ങനെ കൂടി വരാണ്. നമ്മളൊരു പീരീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി വരാണ്. ആദിത്യനാഥിന് മനസ്സിലായടാ? ആദിത്യനാഥിനും അക്ഷുവലിനൊക്കെ മനസ്സിലായി. നോക്കിയേ, ആദ്യം 2,1 ആയിരുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയി, 1 ഇലക്ട്രോൺ കൂടി. അടുത്ത നോക്ക, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിടാ? ആദ്യത്തിനത് പറഞ്ഞേ 3 ഇലക്ട്രോൺ ആയി അല്ലേ? അതായത് ഒരെണ്ണം കൂടി. അടുത്തായപ്പോഴോ എത്ര ഇലക്ട്രോൺസ് ആയി? 4 എണ്ണായി. അങ്ങനെ 8 വരെയും ഓരോ ഇലക്ട്രോൺസ് വീതം ഇങ്ങനെ കൂടി വരാണ്. അത് മനസ്സിലായാ? ഓക്കെ, പിന്നെ ഇതിപ്പോ എത്രാമത്തെ പീരീഡ് ആണ്? രണ്ടാമത്തെ പീരീഡ് ആണ് നമ്മൾ എടുത്തേ. ഷെല്ലുകളുടെ എണ്ണം എത്രയുണ്ട്? രണ്ടാമത്തെ പീരീഡിൽ എത്ര ഷെല്ലുകളുണ്ട്? ലിഥിയത്തിന് എത്ര ഷെല്ലുണ്ട്? 2,1 എന്ന് പറയുമ്പോൾ ലിഥിയത്തിന് എത്ര ഷെല്ലുണ്ട്? എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. അടുത്ത ആള് 2,2, അതിന് എത്ര ഷെല്ലുണ്ട്? 2 അല്ലേ? അടുത്ത ആളുടെ എത്ര ഷെല്ലുണ്ട്? 2,3 എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ട്? എത്ര ഷെല്ലുണ്ട്? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒരേ പീരീഡിൽ വരുന്ന എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം തുല്യമാണ്. ഒരേ പീരീഡിൽ വരുന്ന എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം തുല്യമാണ്. പിന്നെ എന്തിലാ വ്യത്യാസമുള്ളേ? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി വരും. അത്രേ ഉള്ളൂ. മനസ്സിലായാ? എന്താണ് പറഞ്ഞേ? ഒരേ പീരീഡിൽ വരുന്ന എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. നമ്മൾ എടുത്തത് രണ്ടാമത്തെ പീരീഡാണ്. രണ്ടാമത്തെ പീരീഡിലുള്ള എല്ലാവർക്കും എത്ര ഷെല്ലാണ് ഉള്ളത്? 2 ഷെല്ലുള്ളേ. മൂന്നാമത്തെ പീരീഡിലുള്ള എല്ലാവർക്കും എത്ര ഷെല്ലുണ്ടായിരിക്കും?
3 ഷെൽ ഉണ്ടായിരിക്കും. 4ാമത്തെ പീരീഡിലുള്ള എല്ലാവർക്കും എത്ര ഷെൽ ഉണ്ടായിരിക്കും? 4 ഷെൽ ഉണ്ടായിരിക്കും. 5ാമത്തെ പീരീഡിലുള്ള എല്ലാവർക്കും എത്ര ഷെൽ ഉണ്ടായിരിക്കും? 5 ഷെൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഓക്കെ, ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. അടുത്ത ആലോചിക്കേണ്ട കാര്യം എന്താ? ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്, പക്ഷേ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി കൂടി വരാണ്. ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി കൂടിയാണ് വരണേ. കിട്ടിയ? മനസ്സിലായ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ആണ് പഠിച്ചത്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞേ? ഒരേ പീരീഡിലുള്ള എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേ, ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഒരേ പീരീഡിലുള്ള ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഓക്കെ ആണല്ലോ? ഇനി ടേബിളിൻ്റെ അടുത്തായിട്ട് വരാൻ എന്താ പറഞ്ഞേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 വീതം കൂടി കൂടി വരുന്നു എന്ന് എഴുതി വെക്കുക കേട്ടാ. ഈ ടേബിൾ നിങ്ങൾ കണ്ടാ? നിങ്ങളുടെ ടെസ്റ്റിൽ കണ്ടാ? എന്താ അവിടെ പെൻസിൽ കൊണ്ട് എങ്ങനെ എഴുതി വെക്കുക? എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി കൂടി വരുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി കൂടി വരാണ്. ഇനി നോക്കുക, അടുത്ത പീരീഡ് എടുത്തേ, 3ാമത്തെ പീരീഡ് എടുക്കാം കേട്ടോ. നോക്കേ, ആദ്യത്തെ ആളുടെ കോൺഫിഗറേഷൻ ആണ് 2,8,1. ആദ്യത്തെ ആളുടെ കോൺഫിഗറേഷൻ ആണ് 2,8,1. അടുത്ത ആളുടെ കോൺഫിഗറേഷൻ എങ്ങനെയാ വന്നേ? 2,8,2. കണ്ടാ? ഇവിടെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ല്. അടുത്ത ആളുടെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്, പക്ഷെ എന്തിലാ വ്യത്യാസം വന്നേ? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം. അടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അടുത്ത എന്താ വരാ? 2,8,3. അതിൻ്റെ അടുത്ത എന്താ വരാ? 2, പറഞ്ഞേ. ആദ്യത്തിന് അതൊന്ന് പറഞ്ഞേടാ. 2, പറയ്. 8, പിന്നെ എടാ നോക്ക്, ഇവിടെ 3 ഷെല്ലുണ്ട്. അപ്പൊ അടുത്ത ആളുടെ എത്ര ഷെല്ല് വേണം? ഒരേ പീരീഡിലുള്ള എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. ഒരേ പീരീഡിലുള്ള എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ആളുടെ എന്താ വരാ? ആദിത്യനാഥേ, ഇവിടെ 2,8,1 ആയിരുന്നു. അടുത്ത എലമെന്റ് എന്തായി? ഒരേ പീരീഡിലുള്ളവരാണ് കേട്ടാ. നെക്സ്റ്റ് എലമെന്റ് വന്നപ്പോൾ 2,8,2 ആയി. അടുത്ത ആളുടെ ഇപ്പം എന്തായി? 2,8,3 ആയി. അടുത്ത ആളുടെ എന്താവും? 2, പറഞ്ഞേ. 8, 2,8,4. കണ്ട? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി കൂടി വരാണ്. ക്ലിയർ ആണല്ല? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 വീതം കൂടി വരാണ്. ഇനി ആരാ? ഐഷ പറഞ്ഞേടാ. ഐഷ പറഞ്ഞ അടുത്ത ആളുടെ എങ്ങനെ വരാ? 2, ഐഷ അല്ലെങ്കിൽ ദേവദത്ത് പറഞ്ഞേടാ. 2, 8, ആരെങ്കിലും പറ. 2, 8,5. അടുത്തത് എങ്ങനെ വരാം? 2, 8,6. അപ്പൊ ജനറലി നമുക്ക് എന്ത് പറയാം? ഒരേ പീരീഡിലുള്ള പീരീഡ് നമ്പർ തന്നെയാണ്. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ കേട്ടാ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. പിന്നെന്താ? ഒരു പീരീഡില് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം കൂടി കൂടി വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ സെറ്റ് ആണെന്ന് കാണിച്ചേ. ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരെണ്ണം വീതം
കൂടി വരാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ പറയാണ്, നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. കണ്ടോ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരേ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരേ പ്രോപ്പർട്ടി കിട്ടണേ. കിട്ടിയോ? കാര്യം മനസ്സിലായ? ഞാൻ പറഞ്ഞു, ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വഭാവം ഒരേപോലെയാണ്. അതിന് കാരണം എന്താ? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. ക്ലിയർ ആയ? മനസ്സിലായ? പോയിന്റ് മനസ്സിലായ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ മൂലകങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഒരേ സ്വഭാവമാണ്. അതിന് കാരണം എന്താ? കാരണം എന്താന്ന് പറഞ്ഞേ? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. ഈ ഇലക്ട്രോണുകളാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇത്രയും കിട്ടിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ടീച്ചർ പറഞ്ഞേ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കേസാണ് പറയണത് കേട്ടാ. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. എന്താണ്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിലെ എല്ലാ ഗ്രൂപ്പിലുള്ളവർക്കും ഒരേ സ്വഭാവമായിരിക്കും. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന് എല്ലാ ഗ്രൂപ്പിലും ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കും. കാരണം എന്താ? കാരണം എന്താന്ന് പറഞ്ഞേ? അവരുടെ ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. കിട്ടിയോ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരേ സ്വഭാവം കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എവിടെയൊക്കെ സെയിം ആണോ അവർക്കൊക്കെ ഒരേ സ്വഭാവമായിരിക്കും. ഓക്കെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എവിടെയൊക്കെ സെയിം ആണോ അവിടെയൊക്കെ ഒരേ സ്വഭാവം ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ പറയണേ? മനസ്സിലായ? ഓക്കെ ആണെങ്കിൽ നോക്കി കാണിച്ചേടാ. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. കാരണം എന്ന് പറഞ്ഞേ? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയണത്. നോക്കുക, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ ചോദിക്കും, റൈറ്റ് എനി ടു പ്രോപ്പർട്ടി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുക. ആദ്യത്തെ പ്രോപ്പർട്ടി ഓക്കെ, ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്. കണ്ട, ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവമാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ. സിമിലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സിമിലർ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേപോലെയാണെന്നല്ലേ. അതായത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും സ്വഭാവം ഒരേപോലെയാണെന്നാണ് ഉദ്ദേശിച്ചേക്കണേ കേട്ടാ. ആദ്യത്തെ മനസ്സിലായില്ലേ എന്താണ്? ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടി ഇൻ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഒരേ ഗ്രൂപ്പിലുള്ളവർ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു എന്ന് വെച്ചാൽ ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പ്രോപ്പർട്ടി സിമിലർ ആണ്, ഒരേപോലെയാണ്. കിട്ടിയോ? അതിന് കാരണം ബ്രാക്കറ്റിൽ എഴുതിക്കോ. ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാം, number of electrons in outermost shell is same. Number of electrons in outermost shell is same. ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. കാരണം എന്താ? number of electrons in outermost shell is same. കിട്ടിയാ? അടുത്ത നോക്കാം. They include different type of elements such as metals, non-metals and metalloids. അവിടെ ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. മെറ്റലുകളുണ്ട്, നോൺ മെറ്റലുകളുണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്.
എല്ലാ ടൈപ്പ് ആൾക്കാരും എവിടെ വരുന്നുണ്ട്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ വരുന്നുണ്ട്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകതയാണ്, അടുത്ത പ്രത്യേകത എന്ത്? എല്ലാ ടൈപ്പ് ആൾക്കാരും മെയിൻ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? പോയിന്റ് മനസ്സിലായെങ്കിൽ നോക്കി കാണിച്ചേ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് നോക്കാം. Their represents elements belong to different physical state. Physical state എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതായത് ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരും, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരും, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരും. എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരുന്നുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിനുള്ളത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൻ്റെ ആയിട്ട് ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ആ മനസ്സിലായാ? ആയിങ്ങ ഇന്ന് പറ. ഇന്ന് നോക്കാം. നമുക്ക് ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ പഠിക്കാം കേട്ടോ. പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നോക്കാം കേട്ടോ. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടായിരിക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ പറയാം. 2,8,1 2,8,8,4. ഓക്കെ. ആദ്യം പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. ആദ്യത്തേൽ എത്ര ഷെല്ലുണ്ട്? ആദ്യത്തേൽ എത്ര ഷെല്ലുണ്ട്? 2,8,1 എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ട്? 2, 8, 1. എത്ര ഷെല്ലുണ്ട്? 3. പീരീഡ് നമ്പർ എത്രയായിരിക്കും? 3. ഓക്കെ. ഓക്കെ. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ കേസ് നോക്കാം. എത്ര ഷെല്ലുണ്ട്? 2, 8, 8, 4. എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട്. പീരീഡ് നമ്പർ എത്രയായിരിക്കും? 4. കിട്ടിയാ? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. നോക്കാം. 2, 8. എത്ര ഷെല്ലുണ്ട് ഇവിടെ? അക്ഷവല്, ഐഷ, ആദിത്യനാഥ് കിട്ടിയാടാ? ഇവിടെ എത്ര ഷെല്ലുണ്ട്? 2, 8. എത്ര ഷെല്ലുണ്ട്? 2, 8 എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. പീരീഡ് നമ്പർ എത്രയായിരിക്കും? പീരീഡ് നമ്പർ. ഓക്കെ. ഇനി നമുക്ക് ഗ്രൂപ്പ് അപ്പം പീരീഡ് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? പീരീഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആകെ ഒരു മെത്തേഡേ ഉള്ളൂ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുതി വെക്കുക, ഷെല്ലുകളുടെ എണ്ണം ആണ് പീരീഡ് നമ്പർ. എഴുതി വെച്ചോളൂ കേട്ടോ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ എന്ന് എഴുതി വെക്കുക കേട്ടോ. ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് നമ്പർ. കിട്ടിയോ? ഇനി നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാം കേട്ടോ. ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നോക്കണ്ടേ. ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്താ ആലോചിക്കണം? നിങ്ങൾക്ക് ട്യൂട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ആലോചിക്കുക? ഫാസിൽ സാറിനല്ലേ. സ്കൂട്ടർ എന്ന് പറയുമ്പോഴും ഫാസിൽ സാറിനല്ലേ ഇപ്പോൾ ഓർമ്മ വരാ? അല്ലേ? അല്ലാണ്ട് എന്നെ ഓർമ്മ വരില്ലല്ലോ. അല്ലല്ല. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക. നോക്കിയേ, ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1. അതേപോലെ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെയാണല്ലോ? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2. 2നേക്കാളും വലിയ ഏത് വാല്യൂ വന്നാലും 10 കൂട്ടിയിട്ട് വേണം ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ. ഓക്കെ ആണോ? 1 വന്നാൽ 1, 2 വന്നാൽ 2. 2നേക്കാളും വലിയ ഏത് വാല്യൂ വന്നാലും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ നമ്പറിൻ്റെ കൂടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എണ്ണത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം?
10 കൂട്ടണം. അപ്പൊ ഇവിടെ നോക്കിയേ 4 അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? 4 പ്ലസ് 4 പ്ലസ് 10. 4 പ്ലസ് 10 ഈക്വൽ ടു 10. ഓക്കെ ആണല്ലോ? കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കുറച്ച് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നോക്കാം. ആദ്യത്തെ നോക്കിയേ 2,5 അല്ല, ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? 2 എക്സാമ്പിൾ ഞാൻ തരട്ടെ, ചെയ്യട്ടാ. അത് ചെയ്യാ. 2, 8, 8, 18, 2. അടുത്തത് 2, 8, 6. ഗ്രൂപ്പും പീരീഡ് ഒന്ന് കണ്ടുപിടിച്ചേ. ഈ 2 എണ്ണത്തിന്റെയും ഗ്രൂപ്പും പീരീഡ് ഒന്ന് കണ്ടുപിടിക്കട്ടാ. കഴിയുമ്പോ പറയണേ. കഴിഞ്ഞാ? കണ്ടുപിടിച്ചാ? പറഞ്ഞേ. ആദ്യത്തേല് പീരീഡ് എത്രയാ? 2, 8, 8, 18, 2. പീരീഡ് എത്രയാ വരാ? 5. ഓക്കെ ആണല്ലോ? ഇനി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരോർക്കണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? ഗ്രൂപ്പ് നമ്പർ 2. അടുത്തേല് പീരീഡ് എത്രയാ? 2, 8, 6. പീരീഡ് എത്ര വരാ? പീരീഡ് 3. ഗ്രൂപ്പ് നമ്പറോ? 16. ഓക്കെ ട്ടാ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് എടുക്കണേ. നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ ഞാൻ പറഞ്ഞു, നടുക്ക് വരുന്ന ആൾക്കാർക്ക് ഗ്രൂപ്പ് 13 മുതൽ നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിളില് ഈ 3 മുതൽ 12 വരെ നിൽക്കുന്ന ആൾക്കാർ, ആ നടുക്ക് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഒരു പ്രത്യേക പേരാണ് വിളിക്കുന്നത്. എന്താണത്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മാത്രമായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്, അതാണ് പറയാൻ പോണേ. ഇനി ആദ്യം തന്നെ പറയട്ടെ, ഈ 3 മുതൽ 12 വരെ ഉള്ളവരാ ഇങ്ങനെ മാറ്റി നിർത്താനുള്ള കാരണം, നടുക്കാണ്, ഒത്ത നടുക്കാണ് ഇവരല്ലേ അല്ലേ? അവരുടെ ലെഫ്റ്റ് സൈഡില് മെറ്റലിന്റെ സ്വഭാവം കാണിക്കുന്നവരാണ് കൂടുതൽ. അവർ ലെഫ്റ്റ് സൈഡിൽ ആരാണ്? മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളവരാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അവരെ റൈറ്റ് സൈഡിലുള്ളത്, ഓക്കെ, അവരെ റൈറ്റ് സൈഡില് കണ്ട നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അവർ ലെഫ്റ്റ് സൈഡില് കൂടുതലും മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നവരാണ്, റൈറ്റ് സൈഡില് നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നവരാണ്. അപ്പം മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്കുള്ള ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? മെറ്റൽ എന്തായിട്ട് മാറാണ്? മെറ്റലിൽ നിന്ന് നോൺ മെറ്റലുകളിലേക്കുള്ള ഒരു ചേഞ്ച് നടക്കുന്നത് ഈ ട്രാൻസിഷൻ എലമെന്റ്സിൽ കൂടെയാണ്. ചേഞ്ച്, വ്യത്യാസം ഉണ്ടാവുന്നത് ട്രാൻസിഷൻ എലമെന്റ്സിൽ കൂടെയാണ്. അതുകൊണ്ടാണ് അവരെന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളവരാണ്, റൈറ്റ് സൈഡിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളവരാണ്. മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്നത് ഇവരിലൂടെ ആയതുകൊണ്ട് അവരെന്തെന്ന് വിളിക്കുന്നു? ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി ട്രാൻസിഷൻ മെറ്റൽസിന് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരെണ്ണം, ആദ്യത്തെ പ്രത്യേകതയാണ് ഇവരൊക്കെ മെറ്റൽസ് ആണ് കേട്ടോ. ഈ 3 മുതൽ 12 വരെയുള്ള എല്ലാവരെയും എന്ത് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം? മെറ്റലുകളാണെന്നാണ് പറയണേ. ഓക്കെ, എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും എന്താണ്? മെറ്റൽസ് ആണ്. ഓക്കെ ആണല്ല? എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും മെറ്റൽസ് ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. ഇനി ഇവരൊക്കെ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ചില കോമ്പൗണ്ടുകൾക്ക് കളർ ഉണ്ട്. അതിന് കളർ ഉണ്ടാവാൻ കാരണം അതിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, ഇപ്പൊ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ്. കോപ്പർ സൾഫേറ്റ് എന്ത് കളറാണ്? ബ്ലൂ കളറാണ്. കോപ്പർ സൾഫേറ്റ് കണ്ട, കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഓക്കെ, അയേൺ സൾഫേറ്റ് അതും ഒരു കളേർഡ് കോമ്പൗണ്ട് ആണ്. കണ്ട, അതിൽ അയേൺ ആരാ? ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണ്? മെറ്റലുകളാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ? ട്രാൻസിഷൻ എലമെന്റ്സിന് ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്തുണ്ടാക്കുന്നു? കളറുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നു. ചില കോമ്പൗണ്ടുകൾക്ക്, അതിനർത്ഥം എന്താ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ചില കോമ്പൗണ്ടുകൾക്ക് കളർ ഉണ്ട്. അതിന് കളർ ഉണ്ടാവാൻ കാരണം അതിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രസൻസ് ആണ്. നമ്മൾ പറയില്ലേ, ആ ക്ലാസ് നശിച്ചു പോകാൻ കാരണം ഒരൊറ്റ കുട്ടിയാണെന്ന് പറയില്ലേ? അതേപോലെ ഈ കോമ്പൗണ്ടിന് കളർ ഉണ്ടാവാനുള്ള കാരണം ആരാണ്? അതിലുള്ള ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ക്ലിയർ ആണോ? മനസ്സിലായാ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ കാണിച്ചേ. 2 പോയിന്റ് പറഞ്ഞു കേട്ടാ. അവരൊക്കെ മെറ്റൽസ് ആണ്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ? ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്. പിന്നെ ഇവര് പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇവരെ കാണുക. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇവരെ കാണുന്നത്. ഇനി അടുത്ത നോക്കിയേ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾക്ക് ഒരേ പ്രോപ്പർട്ടി ആണെന്നല്ലേ? അല്ലേ? ഇവിടെ ഗ്രൂപ്പിൽ മാത്രമല്ല, ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാർക്കും ഒരേ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഗ്രൂപ്പിൽ മാത്രമല്ല, ഒരേ പീരീഡിൽ വരുന്ന ആൾക്കാർക്കും ഒരേ പ്രോപ്പർട്ടി ആണെന്നാണ് പറയണേ. കാരണം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, പ്രോപ്പർട്ടി ഒരേ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒരേ പ്രോപ്പർട്ടി ആവാനുള്ള കാരണം എന്താ? അവരുടെയൊക്കെ എവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റ്സിനും ഒരേ സ്വഭാവം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് കാരണം എന്താ? ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെന്റുകളുടെയും സ്വഭാവം സെയിം ആണ്. അതിന് കാരണം എന്താ? അവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം ഒരേ പ്രോപ്പർട്ടിക്ക് കാരണം ആരാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ആണ്. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണെങ്കിലാണ് അവർക്ക് എന്ത് കിട്ടണത്? ഒരേ പ്രോപ്പർട്ടി കിട്ടണത്. നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ആളുടെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്: 2,8,9,2. അടുത്ത ആളുടെ ഇങ്ങനെയാണ് വരാം 2,8,10,2. അടുത്ത ആളുടെ ഇങ്ങനെയാണ് വരാം 2,8,11,2. നോക്കിയേ, ഒരേ പീരീഡിലുള്ളവരാണ് കേട്ടാ. ട്രാൻസിഷൻ എലമെന്റിന്റെ ഒരേ പീരീഡിലുള്ള ആൾക്കാരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, എല്ലാവരുടെയും ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 അല്ലേ? അതുകൊണ്ട് ഇവർ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും എന്ത് കാണിക്കും? സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. ക്ലിയർ ആണോ? മനസ്സിലായാ? ഒന്നുകൂടെ പറഞ്ഞുതരണോ? ഒന്ന് ശ്രദ്ധിച്ചേ. ഒരേ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. കാരണം പറഞ്ഞേ, അവരുടെയൊക്കെ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആകുമ്പോഴാണ് അവർക്ക് എന്ത് കിട്ടണത്? ഒരേ പ്രോപ്പർട്ടി കിട്ടണേ. ഓക്കെ ആണോ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള
ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആവുമ്പോഴാണ് അവർക്ക് ഒരേ പ്രോപ്പർട്ടി കിട്ടണേ. ഇത് നോക്കിയേ, നമ്മുടെ ട്രാൻസിഷൻ എലമെന്റിന്റെ ഒരു പീരീഡിലുള്ള ആൾക്കാരുടെ പേരാണ്, ഒരേ പീരീഡിലുള്ള ആൾക്കാരുടെ ഇലക്ട്രോൺ വിന്യാസമാണിത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നോക്കിയേ, ഇവരുടെ എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവർ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും എന്ത് കാണിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയതുകൊണ്ട് അവർ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും എന്ത് കാണിക്കും? ഒരേ സ്വഭാവം കാണിക്കും. ഇനി നോക്കാം, നോർമലി ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് ഷെല്ലിലാണ്. ഇവിടെ അങ്ങനെയാണോ? ആണോ? ഇവിടെ നോക്കിയേ, ലാസ്റ്റത്തെ ഷെല്ലിനെ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് വിളിക്കും, അതിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിനെ നമ്മൾ പെനൽറ്റിമേറ്റ് ഷെല്ല് എന്നാണ് പറയുക. എന്താ വിളിക്കുക? ലാസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിനെ നമ്മൾ പെനൽറ്റിമേറ്റ് ഷെല്ല് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? പെനൽറ്റിമേറ്റ് ഷെല്ല്. ഓക്കെ, ആദ്യത്തെ കേസിൽ പെനൽറ്റിമേറ്റ് ഷെല്ലിൽ 9 ഇലക്ട്രോൺസ് ആയിരുന്നു. അടുത്തതായപ്പോൾ എത്രയായി? 10 എണ്ണായി. അടുത്തതായപ്പോൾ എത്രയായി? 11 എണ്ണായി. അടുത്തത് എന്താവും? 2,8,12,2 അല്ലേ? അടുത്തെന്താവും? 2,8,13,2. അതായത് ഈ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇലക്ട്രോണുകൾ എണ്ണം കൂടുന്നത് എവിടെയാണ്? പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്. ഓക്കെ, അതായത് പുതുതായിട്ട് വരുന്ന ഇലക്ട്രോണുകളെ ആഡ് ചെയ്യുന്നത് പെനൽറ്റിമേറ്റ് ഷെല്ലിൽ. ക്ലിയർ ആണോ? നോർമലി പുതുതായിട്ട് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ലാസ്റ്റ് ഷെല്ലിലാണ് ആഡ് ചെയ്യുക. പക്ഷേ ട്രാൻസിഷൻ എലമെന്റ്സ് ലാസ്റ്റ് ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ അല്ലേ? ലാസ്റ്റ് ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. പുതുതായിട്ട് വരുന്ന ഇലക്ട്രോണുകളൊക്കെ എവിടെയാണ് ആഡ് ചെയ്യുക? പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് ആഡ് ചെയ്യണേ. അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നാളെയാണല്ലേ എൻ്റെ ക്ലാസ് വരാം. ഈ ഭാഗം ട്രാൻസിഷൻ എലമെന്റിന്റെ ഭാഗം മാത്രമേ കുറച്ച് ഡൗട്ട് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലായില്ലേ? എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും മെറ്റൽസ് ആണ്. പിന്നെന്താ പറഞ്ഞേ? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് അവർ കാണപ്പെടുന്നത്. പിന്നെന്താ പറഞ്ഞേ? അവർ കളറുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. പിന്നെന്താ പറഞ്ഞേ? അവർ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. പിന്നെന്താ പറഞ്ഞേ? ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് ആഡ് ചെയ്യണേ. കാരണം ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടി വരണത്. അപ്പം നിങ്ങൾ ഇന്ന് പോയിട്ട് ഇതുവരെ, ഇതിപ്പോൾ എത്രാമത്തെ പേജിലാണ് ഇതുള്ളതെന്ന് പറയോ?